നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തുണ്ടാവാൻ പാടില്ല. അയ്യോ, അയ്യോ പാറു, പാറു, മോളെ പാറു, മോളെ കണ്ണു തുറക്കു പാറു. പാറു, ഒറ്റ വണ്ടി കാണുന്നില്ലല്ലോ. പാറു, ഞാൻ നിന്റെ ചേട്ടനാ. കണ്ണു തുറക്കു പാറു. പാറു, 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 കണ്ണു തുറക്കു പാറു. ആക്സിഡന്റ് നോക്കാം. മോളെ കണ്ണു തുറക്ക്. പാറു, പാറു കണ്ണു തുറക്ക്. എന്ത് പറ്റിയതാ? വണ്ടി ഇടിച്ചതാണോ? അല്ല, സൈക്കിളിൽ വരുമ്പോ തളർന്നു വീണതാ. വേഗം ആശുപത്രി എത്തിക്കണം. ഒറ്റ വണ്ടിയും കാണുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വണ്ടി സംഘടിപ്പിച്ചു തരുമോ പ്ലീസ്? ഈ കുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്റെ അനിയത്തിയാ പാറു. പാറു, മോളെ പാറു, മോളെ പാറു, പാറു, എവിടെയെങ്കിലും ഒരു വണ്ടി സംഘടിപ്പിച്ചതായിട്ടാ. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ടാക്സി ഓടിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പാറു, മോളെ എനിക്ക് പാറു, മോളെ. എടുക്കുന്നില്ല, ഓട്ടത്തിലായിരിക്കും. ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ വല്ലതുണ്ടോ? ആ ടേണിംഗ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയ ഒരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുപോവാ. വെറുതെ സമയം കളയണം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. யாவும் நீதானே கண்ணீரண்டில் நீரிந்து பார்வை தந்தாயே உறவென்று சொன்னால் நீதானே உதிரத்தில் ஓடும் பூந்தேனே வரமும் தவமும் நீயே வலியும் மருந்தும் நீயே உயிரினில் கலந்த என் தாயே தங்கோ தங்கோ செல்ல தங்கோ தங்கோ செல்ல தங்கோ தங்கோ செல்ல தங்கோ 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 செல்ல தங்கோ தங்கோ செல்ல தங்கோ தங்கோ சொக்க தங்கோ. ഡോക്ടറെ, തളർന്നു വീഴുമായിരുന്നു. ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ അപ്പൊ തന്നെ ഇവിടെ എത്തിച്ചു. ഡോക്ടറെ, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? പരിശോധിച്ചാലല്ലേ പറയാൻ കഴിയൂ. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? പുറത്തിറങ്ങി നിൽക്കൂ. എന്തായി ഡോക്ടർ? ഡോക്ടർ പേഷ്യന്റിനെ നോക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കണ്ണു തുറന്നാ ഞങ്ങൾ നിങ്ങളോട് വന്ന് പറയും. ദയവേത് നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. നിങ്ങൾ പേഷ്യന്റ് ആരാ? ഞാൻ ഇവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാ ഞാൻ ഈ ടൗണിലുണ്ടെന്ന് പാറുന്ന് മനസ്സിലാവും. ഡോക്ടർ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? ഞാൻ ഈ കുട്ടിയുടെ ആരുമല്ല. ഞാൻ റോഡിലൂടെ നടന്നു വരുമ്പോ എന്റെ കൺമുന്നിൽ വെച്ചാ തലകറങ്ങി വീണത്. ഞാൻ നോക്കുമ്പോ ഈ കുട്ടിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടല്ല. നിങ്ങളുടെ പരിഭ്രമം കണ്ടപ്പോ ഞാൻ കരുതി നിങ്ങളുടെ അനിയത്തിയോ മറ്റോ ആണെന്ന്. ഒരു പരിചയമില്ലാത്ത കുട്ടിയെക്കുറിച്ച് ഓർത്തിട്ടാണോ നിങ്ങൾ ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്? എന്റെ അനിയത്തിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയല്ലേ. ബോധമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായില്ലേ. അതാ ഒരു ടെൻഷൻ. പേഷ്യന്റിന് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ ഡോക്ടറെ അനുവദിക്കണം. ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാൻ കഴിയില്ല. സോറി ഡോക്ടർ. ഞങ്ങൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് പകരം ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ നോക്ക്. എന്നിട്ട് ഇവളുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ആരോടെങ്കിലും വേഗം ഇങ്ങോട്ട് വരാൻ പറയും. അതിനു മുൻപേ ഒരു 5000 രൂപ ഇവിടെ അഡ്വാൻസ് അടയ്ക്കണം. 5000 രൂപയോ? ബേസിക് ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ചീഫ് ഡോക്ടറെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ചീഫ് ഡോക്ടർ വന്ന് പേഷ്യന്റിനെ നോക്കണമെങ്കിൽ അതിനു മുമ്പേ ഇവിടെ 5000 രൂപ അഡ്വാൻസ് അടച്ചിരിക്കണം. പെട്ടെന്ന് പോയി ക്യാഷ് അടയ്ക്കണം. ചീഫ് ഡോക്ടർ 1-2 ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് അടച്ചാൽ മാത്രമേ ബ്ലഡ് എടുക്കൂ.
5000 രൂപ പോയിട്ട് 5 രൂപ എന്റെ കയ്യിലില്ല. എവിടുന്ന് കാശുണ്ടാക്കാനാ? ആരോടാ ഒന്ന് കടം ചോദിക്കാം? കാർത്തികേ പറടാ. എടാ സൈമ, എനിക്കൊരു 5000 രൂപ വേണം, അർജന്റാ. 5000 രൂപയോ? എന്റെ എവിടുന്നാടാ? എടാ സൈമ, നീ ഇല്ലെന്ന് പറയരുത്. നിന്റെ കയ്യിലില്ലെങ്കിൽ നീ എവിടെന്നെങ്കിലും മറിച്ചു തരണം. അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാ. എന്താടാ ഇത്ര അത്യാവശ്യം? അതൊക്കെ നിന്നോട് ഞാൻ നേരിട്ട് പറയാം. പ്ലീസ് ഡാ. എന്റെ 5000 രൂപ ഉണ്ട്, പക്ഷെ അത് ലോൺ അടയ്ക്കാനുള്ള ക്യാഷാ. അത് നിനക്ക് തന്ന എനിക്ക് ചോദിക്കാൻ നീ അല്ലാതെ വേറെ ആരാടാ ഉള്ളത്? ശരി, നിന്റെ അക്കൗണ്ടിലേക്ക് അയക്കാം. താങ്ക്സ് ഡാ. സൈമൺ ക്യാഷ് ഇട്ടു. ഇനി ക്യാഷ് കൗണ്ടർ എവിടെയായിരിക്കും? ആരോടെങ്കിലും ചോദിക്കാം. മാഡം, എന്റെ അപ്പൂപ്പനും അച്ഛനും പാരമ്പര്യ വൈദ്യന്മാരാ. നാടി ചികിത്സയും ഉണ്ട്. അതുകൊണ്ട് നാടി പിടിച്ചു നോക്കിയിട്ട് ആ ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങളും പറയും. അതൊക്കെ ശരിയുമായിരിക്കും. അച്ഛൻ എന്നെ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ കുട്ടിയുടെ നാടി പിടിച്ചു നോക്കി. അവള് ഗർഭിണിയാ. ഈ കുട്ടിയുടെ വീട്ടുകാരിവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. നീ ഈ മണ്ടത്തരം പറയുന്നത് അവര് കേട്ടിരുന്നെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് തല്ലി കൊന്നേനെ. മണ്ടത്തരം അല്ല മാഡം. ഒരു സ്ത്രീയുടെ പൾസ് നോക്കി അറിയാൻ പറ്റും അവള് ഗർഭിണിയാണോ അല്ലയോ എന്ന്. ഈ കുട്ടി ഗർഭിണി തന്നെയാ മാഡം. ഇവളെ കണ്ടാൽ അറിയില്ലേ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്? കഴുത്തിൽ താലിമാലയുണ്ടോ? നെറുകയിൽ സിന്ദൂരം ഉണ്ടോ? നിന്റെ പാരമ്പര്യ നാടീയ ചികിത്സയൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി, ഇവിടെ എടുക്കണ്ട. നാട്ടുകാരി ഹോസ്പിറ്റലിൽ തല്ലി പൊളിക്കുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ പറയുന്നേ. ചിലപ്പോ നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ ഇവള് ഗർഭിണിയാണോന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ഡ്യൂട്ടി ഡോക്ടറായ ഞാനോ നേഴ്സായ നീയോ അല്ല, ചീഫ് ഡോക്ടറാ. മാഡം പറയുന്നത് വരെ നീ നിന്റെ വാ തുറക്കരുത്. ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഉറപ്പാ ഈ കുട്ടി പ്രഗ്നന്റാ.